ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പത്രോസിൻ്റെ നിഴല്, പൗലോസിൻ്റെ തൂവാല. പുതിയ നിയമ വചനധ്യാനം, ക്ലാസ് 68. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 5-ാമത്തെ അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പസ്തോലന്മാരുടെ കൈകളാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചു. അവർ എല്ലാവരും ഏകമനസ്സോടെ സോളമൻ്റെ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടുക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ തുനിഞ്ഞില്ല. എന്നാൽ ജനം അവരെ പുകഴ്ത്തിപ്പോന്നു. ഉത്തരോത്തരം അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് അവരോട് ചേർന്ന് വന്നു. അവർ രോഗികളെ പുറത്തു കൊണ്ടുവന്ന് തെരുവീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിനായിരുന്നു അത്. അതുകൂടാതെ യെറൂസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് ജനക്കൂട്ടം രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. മുൻപ് 3-ാമത്തെ അധ്യായത്തിൽ പത്രോസ് ചെയ്ത കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ പഠിച്ചതാണ്. ഈ 5-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിലും പത്രോസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കി. അപ്പോൾ പത്രോസ് ചെയ്തതുപോലെ മറ്റ് സ്ലീഹന്മാരും അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തുവെന്നാണ് ഈ ഖണ്ഡികയിൽ ലൂക്കാസ് നമ്മളോട് പറയുന്നത്. പത്രോസ് നേതാവായതിനാൽ അദ്ദേഹം ചെയ്ത പ്രവൃത്തികളുടെ വിശദാംശങ്ങൾ കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റ് സ്ലീഹന്മാരിലൂടെയും അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിട്ടില്ലെന്ന് മാത്രം. ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രയോഗമാണിത്. 2-ാമത്തെ അധ്യായം 19-ാം വാക്യം, 43-ാം വാക്യം, 4:30, 6:8, 14:3, 15:12 ഇവിടെയൊക്കെ അടയാളങ്ങളും അത്ഭുതങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ഇതേ പ്രയോഗം ആവർത്തിച്ച് വരുന്നുണ്ട്. ഇസ്രായേലിയരെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ യാഹ്വേ മോശയിലൂടെ പ്രവർത്തിച്ച ശക്തമായ പ്രവൃത്തികളെ സൂചിപ്പിക്കാനാണ് പഴയ നിയമത്തിൽ ഈ പ്രയോഗം അടയാളങ്ങളും അത്ഭുതങ്ങളും എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. പുറപ്പാട് 7:3, 11:10, നിയമാവർത്തന പുസ്തകം 6:22, 26, 28 അത് കാണാം. സ്തെഫാനോസിൻ്റെ പ്രഭാഷണത്തിലും ഈ ബന്ധം അടയാളങ്ങളും അത്ഭുതങ്ങളും വ്യക്തതയോടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 7-ാമത്തെ അധ്യായം 36-ാം വാക്യം. അപ്പോൾ അടയാളങ്ങളും അത്ഭുതങ്ങളും എന്ന് പറയുന്നത് ദൈവം കൊണ്ടുവരുന്ന വിമോചനം അല്ലെങ്കിൽ രക്ഷ അതിശക്തമായ രീതിയിൽ ഭൂമിയിൽ അത് എന്താ പറയുക, സാക്ഷാത്കരിക്കപ്പെടുന്നു. രക്ഷ, വിമോചനം മെറ്റീരിയലൈസ് ചെയ്യുന്നു, സാക്ഷാത്കരിക്കപ്പെടുന്നു. അതിനെയാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും. അപ്പോൾ വീര്യപ്രവർത്തികൾ, ശക്തമായ പ്രവർത്തികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, ചിലതിലെല്ലാം വിസ്മയത്തിൻ്റെ അംശമുണ്ട്, ചിലതെല്ലാം വിസ്മയത്തിൻ്റെ അംശമല്ല, വീര്യപ്രവൃത്തിയാണ്, ശക്തമായ പ്രവൃത്തികളാണ്. ഇതിനെല്ലാത്തിനെയും സൂചിപ്പിക്കാനായിട്ട്, അതായത് വിശ്വസിക്കാൻ താല്പര്യമുള്ളവർക്ക് അവർക്കൊരു അടയാളമായിട്ടും അത്ഭുതമായിട്ടും പലതും പ്രത്യക്ഷപ്പെടും. ചിലരെല്ലാം പറയുന്നത് ആകസ്മികമാണ്, യാദൃശ്ചികമാണ്, അല്ലെങ്കിൽ കോയിൻസിഡൻസ് എന്നൊക്കെ പറയും. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അതെല്ലാം അടയാളങ്ങളാണ്. ചിലതെല്ലാം ഇപ്പം നമ്മുടെ പലരുടെ മിക്കവരുടെയും കഥകൾ കേട്ടാൽ അത് അത്ഭുതമായിട്ട് തോന്നില്ലേ? ഇപ്പം ദൈവം എന്നെ നടത്തിയ വഴികൾ എൻ്റെ പേഴ്സണൽ ലൈഫ് നോക്കുകയാണെങ്കിൽ, ഞാനത് നിങ്ങളോട് പറഞ്ഞാൽ അച്ഛൻ എന്തൊരു തള്ളണേ എന്നൊക്കെ പറയാനാണ് സാധ്യത, എന്തൊരു പൊങ്ങച്ച അച്ഛൻ പറയാൻ സാധ്യത. പക്ഷെ ഞാൻ അവയെ കാണുന്നത് അത്ഭുതങ്ങളായിട്ടാണ്, വിസ്മയങ്ങളായിട്ടാണ്. നമുക്ക് ചിന്തിച്ചാൽ ഉത്തരം കിട്ടാത്ത തരത്തിലാണ് കർത്താവ് നമ്മളെ വഴി നടത്തുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വിസ്മയവും അത്ഭുതവുമാണ്. മറ്റുള്ളവരോട് പറയുമ്പോൾ അത് സാക്ഷ്യമായിട്ട് സ്വീകരിക്കുന്നവരുണ്ടാകാം. ചിലർ പറയും അച്ഛൻ്റെ തള്ളു കേട്ട് നമ്മൾ സഹിക്കാൻ വയ്യാന്ന് പറയും. പക്ഷെ ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ജീവിതം കർത്താവ് കൊണ്ടുപോയ വഴികൾ നിങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ചും പറയാം, ഇതൊക്കെ എന്തൊരു തള്ളണേന്ന്. വാസൽമുൾ തള്ളുകയാണോ ചെയ്യുന്നത്? അല്ല, വിസ്മയകരമായ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മൾ പറയുകയാണ്. അത് അടയാളമായിട്ടും അത്ഭുതങ്ങളായിട്ടും നമ്മൾ അനുഭവിക്കുക. ഞാനൊരു വ്യക്തിപരമായ കാര്യം പറഞ്ഞത്, ഈ സ്ലീഹന്മാരുടെ കൈകളിലൂടെ അല്ലെങ്കിൽ നടന്ന സംഗതി എന്ന് പറയുന്നത് അനേകം പേര് കർത്താവിൽ വിശ്വസിക്കത്തക്ക വിധം അവരുടെ കൈകളിലൂടെ നടന്നത് വിസ്മയത്തിന് അംശമുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇപ്പം ഇന്ന് തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഖണ്ഡികയിൽ നമ്മൾ കേട്ടത് ഓർക്കുന്നുണ്ടോ?
ഈ കർത്താവിൻ്റെ എതിരാളികളിൽ ആരും തന്നെ ഈ സഭയോട് ചേരാൻ തുനിഞ്ഞില്ല. അതേസമയം ജനം അവരെ പുകഴ്ത്തി പോന്നു. ഉത്തരോത്തരം അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് അവരോട് ചേർന്ന് വന്നു. അപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ചു. എങ്ങനെ വിശ്വസിച്ചത്? അത് ഈ സ്ലീഹന്മാരുടെ കൈകളിലൂടെ നടന്ന ചില അടയാളങ്ങളും ചില അത്ഭുതങ്ങളും, പിന്നെ അവരുടെ വചനപ്രഘോഷണം, വീര്യപ്രവർത്തികൾ. അപ്പോൾ ഈ വചനപ്രഘോഷണം തന്നെ പലപ്പോഴും വിസ്മയത്തിന് അംശമുള്ളതാണ്. ഇപ്പോൾ പത്രോസിനൊക്കെ എന്ത് ധൈര്യമായിരുന്നു സുവിശേഷം പ്രഘോഷിക്കാനായിട്ട്. അപ്പോൾ ഈ അവരുടെ ഇപ്പം അതുപോലെ പത്രോസ് പരിശുദ്ധാത്മാവിനെ പത്രോസിനോടൊരു വാക്കിലൂടെ പരിശുദ്ധാത്മാവിനെ ചതിക്കാനായിട്ട് ശ്രമിച്ച അനന്യാസ് കുഴഞ്ഞു വീണ് മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിക്കുന്നു. ഇതും അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്. പരിശുദ്ധാത്മാവിനെ ചതിക്കാൻ നോക്കരുത്. ഇത് എനിക്കും നിങ്ങൾക്കും ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ചുരുക്കത്തിൽ കർത്താവിൽ അനേകം പേര് വിശ്വസിക്കാൻ തക്ക വിധം നടക്കുന്ന ഏത് പ്രവൃത്തികളും, ഞാൻ ആവർത്തിക്കുക, കർത്താവിൽ അനേകരെ വിശ്വസിക്കാൻ തക്ക വിധം നടക്കുന്ന ഏത് പ്രവൃത്തികളെയുമാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും എന്ന് പറയുന്നത്. അതിപ്പോൾ നാം ധ്യാന കേന്ദ്രങ്ങളിൽ നടക്കുന്ന അത്ഭുതങ്ങൾ മാത്രമല്ല, അത്തരം അടയാളങ്ങളും അത് കർത്താവിൽ വിശ്വസിക്കാനായിട്ട് ഇടയാകുന്ന ഏത് സംഗതിയും അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് പറയാണ്, അവരെല്ലാവരും ഏക മനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടുക പതിവായിരുന്നു. ജെറുസലം ദേവാലയത്തിൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കിഴക്കേ അറ്റത്തുള്ള തൂണുകളുടെ നിരയിലൂടെയുള്ള നടവഴിയാണ് സോളമന്റെ മണ്ഡപം എന്ന് പറയണേ. ജെറുസലം ദേവാലയത്തിൻ്റെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോർ തറയിൽ കിഴക്കേ അറ്റത്തുള്ള തൂണുകളുടെ നിരകളുണ്ട്, അതിനിടയിലുള്ള നടവഴി. ആദിമ ക്രിസ്ത്യാനികൾ പലപ്പോഴും സമ്മേളിച്ചിരുന്ന സ്ഥലമാണിത്. 3:11 നമുക്ക് കാണാം, ഇപ്പം 5:12 നമ്മൾ കാണുന്നു. യേശുവിന് വളരെ പ്രിയപ്പെട്ട സ്ഥലമായിരുന്നത്. അതുകൊണ്ടാണ് ആദിമ ക്രൈസ്തവർ അവിടെ സമ്മേളിക്കാൻ തുടങ്ങിയത്. കർത്താവിന് ഇഷ്ടപ്പെട്ട സ്ഥലം, അവിടെ കർത്താവിന് ശിഷ്യന്മാർ സമ്മേളിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 22-23 വാക്കുകളിൽ കർത്താവ് ഇങ്ങനെ വായിക്കുന്നുണ്ട് കർത്താവ് ഈശോമിശിഹായെക്കുറിച്ച്. ആ സമയത്ത് യെരൂശലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാളായിരുന്നു. അത് ശീതകാലമായിരുന്നു. യേശു ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടക്കുകയായിരുന്നു. സോളമന്റെ മണ്ഡപത്തിൽ നടക്കുകയായിരുന്നു കർത്താവ്. അപ്പോൾ കർത്താവ് ഇടയ്ക്കിടയ്ക്ക് പോയിരുന്ന സ്ഥലമാണ് ഈ സോളമന്റെ മണ്ഡപം എന്ന് പറയുന്ന കിഴക്കേ അറ്റത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ ജെറുസലേം ദേവാലയത്തിൻ്റെ തറയിൽ കിഴക്കേ അറ്റത്ത് തൂണുകളുണ്ട്, അതിനിടയിലുള്ള നടവഴി. അവിടെയാണ് ആദിമ ക്രൈസ്തവർ സമ്മേളിച്ചിരുന്നത്. ഈ മറ്റുള്ളവരിൽ ആരും തന്നെ അത് വിശ്വസിക്കാൻ തയ്യാറല്ലാത്തവർ ആരും തന്നെ അവരോട് ചേരാൻ തുനിഞ്ഞില്ല. ആദിമ ക്രൈസ്തവർ ചേരാൻ തുനിഞ്ഞില്ല. ദിവ്യമായ ഭയം സ്ലീഹന്മാരെ ഒരു വലയം ചെയ്തിരുന്നു. സ്ലീഹന്മാരിൽ കർത്താവിന് സാന്നിധ്യമുള്ളത് കൊണ്ട് അവരെ കാണുമ്പോൾ ഒരു ദിവ്യമായ ഭയം ജനത്തിനുണ്ടായിരുന്നു. അതിനാൽ അവരെ തിരിച്ചറിഞ്ഞ ജനം അവരെ പുകഴ്ത്തിയെങ്കിലും മറ്റുള്ളവർക്ക് അവരുടെ അടുക്കൽ ചെല്ലാൻ ഒരു അമ്പരപ്പുണ്ടായിരുന്നു. ഈ സ്ലീഹന്മാരെ തിരിച്ചറിഞ്ഞിരുന്ന അവരുടെ അനുയായികളും സ്നേഹിതന്മാരും അവർക്ക് ദിവ്യമായ ഭയം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരെ സമീപിച്ചിരുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് അവരുടെ അടുക്കൽ വരാനായിട്ട് ഒരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ തുനിഞ്ഞില്ല എന്ന് പറയണേ. എങ്കിലും ദൈവം വിശ്വാസികളെ സഭയിൽ ചേർത്തുകൊണ്ടിരുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. കർത്താവിൽ വിശ്വസിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്നേഹന്മാരുടെ അടുത്ത് എത്താൻ പറ്റും, ഭയമില്ല. കർത്താവിൽ വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ സ്നേഹന്മാരെ സമീപിക്കാൻ പേടിയുണ്ടായിരുന്നു. കാരണം കർത്താവിൻ്റെ സാന്നിധ്യം അവരിലുള്ളത് കൊണ്ട് ഒരു പ്രഭ, ഒരു തേജസ് ഈ സ്നേഹന്മാരിൽ ഉണ്ടായിരുന്നു. നമ്മൾ വിശുദ്ധർക്കൊക്കെ പിന്നീട് നമ്മൾ ഒരു ഹാലോ ഇങ്ങനെ കൊടുക്കുമല്ലോ, ഹാലോ, അതായത് ദൈവത്തിൻ്റെ പ്രകാശമാണ് അവരിലൂടെ പ്രസരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ്. അത് ഈ തിരുവചനത്തിൽ അതിൻ്റെ ഒരു പരോക്ഷ സൂചനയുണ്ട്. എന്നിട്ട് പറയാണ്, ഉത്തരോത്തരം അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് സ്ലീഹന്മാരോട് ചേർന്ന് വന്നു. പുരുഷന്മാരും സ്ത്രീകളും 2 ലിംഗങ്ങളിൽ നിന്നുള്ളവരും സുവിശേഷം സ്വീകരിക്കുകയും യേശുവിന് ശിഷ്യന്മാരായി മാറുകയും ചെയ്തു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അനവധി പുരുഷന്മാരും സ്ത്രീകളും. സ്ലീഹന്മാർ നടപടി 8:12, 9:2, 16:1, 17:4, 17:12 പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ടായി സ്ലീഹന്മാരോട് ചേർന്നുവെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയാണ്, ഒരു പ്രധാനപ്പെട്ട സംഗതി എടുത്തു കാണിക്കുകയാണ്. പത്രോസ് നടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും വീഴാൻ ഭൂതങ്ങൾ, മരണം, രോഗം എന്നിവയുടെ മേൽ യേശുവിൻ്റെ ശിഷ്യന്മാർ അത്യസാധാരണമായ ശക്തി പ്രകടിപ്പിക്കുന്നുവെന്നാണ് അതിനർത്ഥം. അത്യസാധാരണമായ ഇത്
ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തവയേക്കാൾ വലിയവയും ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞിരുന്നു. അതിലൊരു ഉദാഹരണമാണ് പത്രോസിൻ്റെ നിഴൽ വീണപ്പോൾ രോഗം ഭേദമായി, ബാധയൊഴിഞ്ഞു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. അപ്പോൾ അത് ഈ സ്ലീഹന്മാരുടെ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ അത്യസാധാരണമായ ശക്തിയുണ്ട്. വിശേഷിച്ച് സ്ലീഹന്മാരുടെ തലവനായ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസിൽ അത് വളരെ പ്രകടമാകുകയാണ്. ഒന്നാമനായി സഭയിൽ ഒന്നാമൻ എന്ന് പറഞ്ഞ പത്രോസിനെ പറയുന്നത് മത്തായി 10:2. അപ്പോൾ സ്ലീഹന്മാരുടെ നേതാവും സഭയിൽ ഒന്നാമനും സഭയുടെ പാറയുമായ പത്രോസിൽ ഈ കർത്താവിൻ്റെ ശക്തി വളരെ പ്രകടമാകുന്നു. ശ്ലൈഹിക ശുശ്രൂഷയിലാണ് ഈ പത്രോസിൻ്റെ ശ്ലൈഹിക ശുശ്രൂഷയിലാണ് അത് ഏറ്റവും പ്രകടമാകുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ തേജസ്. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് 3:6 സ്ലീഹന്മാരുടെ നടപടി 3:6. ഇനി നമ്മൾ കാണാനിരിക്കുന്നു 9:34, 40-41 സ്ലീഹന്മാരുടെ നടപടി നമ്മൾ കാണാനിരിക്കുന്നു. പത്രോസിൽ സഭയുടെ തലവനും കർത്താവ് ആരുടെ മേലാണോ തൻ്റെ സഭ സ്ഥാപിച്ചത് ആ സ്ലീഹന്മാരിൽ ഒന്നാമനായ പത്രോസിൽ കർത്താവിൻ്റെ പ്രഭ, കർത്താവിൻ്റെ തേജസ്, കർത്താവിൻ്റെ മഹത്വം, ആ സാന്നിധ്യം, രക്ഷാകരമായ സാന്നിധ്യം വളരെ പ്രകടമാകുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തവയേക്കാൾ വലിയവയും ചെയ്യുമെന്ന് യോഹന്നാൻ 14:12-14 കർത്താവ് പറഞ്ഞത്, യേശു പറഞ്ഞത് അത് പത്രോസിൻ്റെ ശ്ലൈഹിക ശുശ്രൂഷയുടെ നിവൃത്തിയാകാണ്. ഈശോയുടെ നിഴൽ വീണ് ആരെങ്കിലും സുഖപ്പെട്ടതായി സുവിശേഷത്തിൽ എഴുതിയിട്ടില്ല. പക്ഷെ പത്രോസിൻ്റെ നിഴൽ വീണപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, ബാധയൊഴിയുന്നു. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് ചിലർ. മർക്കോസ് 6:55-56. പൗലോസിൻ്റെ തൂവായിൽ സ്പർശിച്ച് സൗഖ്യം നേടിയിട്ടുണ്ട്. സ്ലീഹന്മാരുടെ നടപടി 19-11 അത് സൗഖ്യം സംഭവിക്കുകയാണ്. അപ്പോൾ വസ്ത്രത്തിൻ്റെ വിളിമ്പ് അറ്റം, തൂവാല, പൗലോസ് ഉപയോഗിച്ച തൂവാല, പത്രോസിന് നിഴൽ വീണപ്പോൾ സൗഖ്യം സംഭവിക്കുന്നു. ഏതെങ്കിലും മന്ത്രശക്തിയല്ല, ജീവിക്കുന്ന കർത്താവിലുള്ള സജീവമായ വിശ്വാസത്തിൻ്റെ ശക്തിയാണ് പത്രോസിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് ഇതിലൂടെ ആവർത്തിക്കുന്നത്, ഇത് ശക്തമായി ആവിഷ്കരിക്കുന്നത്. നമ്മൾ പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 13-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങൾ നോക്കിയാൽ ഏലീഷ മരിച്ചു, അടക്കം ചെയ്തു. പിന്നെ ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ ശരീരം, ഒരു ഡെഡ് ബോഡി അവർക്ക് ഈ ഏലീഷയുടെ കല്ലറയിലേക്ക് വലിച്ചെറിയേണ്ടി വന്നു. ആ ഡെഡ് ബോഡി ചെന്ന് വീണത് ഏലീഷയുടെ അസ്ഥിയിലാണ്, അടക്കം ചെയ്ത അസ്ഥിയിൽ. അതായത് ഏലീഷയെ സംസ്കരിച്ചു, ആ കല്ലറയിൽ അസ്ഥിയുണ്ട്, ആ അസ്ഥിയിൽ ചെന്ന് വീണപ്പോൾ ഈ മരിച്ചവൻ ഉയർപ്പിക്കപ്പെട്ടു. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങൾ വായിച്ചു നോക്കുക. സഭയിൽ എന്തുകൊണ്ടാണ് പലതരത്തിലുള്ള തിരിശേഷിപ്പുകൾ ഉപയോഗിക്കുന്നതെന്നതിന് തെളിവാണ് ഈ 3 ഏലീഷായുടെ അസ്ഥിയിൽ ഒരു മൃതദേഹം സ്പർശിച്ചപ്പോൾ ആ മൃതദേഹം പുനരുജ്ജീവിച്ചു. അപ്പോൾ അതിനെയാണ് അസ്ഥി, മുടി, ബ്ലഡ്, ഇതിനൊക്കെയാണ് ഈ തിരിശേഷിപ്പുകൾ 1-ാം തരം എന്ന് സഭ വിളിക്കുന്നത്. ഇത് കത്തോലിക് സഭ ഉണ്ടാക്കിയതല്ല. ഈ അസ്ഥിയിൽ തൊട്ട് കഴിഞ്ഞാൽ വിഗ്രഹാരാധനയാണെന്ന് പഠിപ്പിക്കുന്ന പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും ദൈവസഭക്കാരൊക്കെ ബൈബിൾ വായിക്കാനാണ് ഞാൻ പറയണേ. ഏലീഷയുടെ അസ്ഥിയിൽ തൊട്ടപ്പോൾ, ഏലീഷയുടെ അസ്ഥിയിൽ തൊട്ടപ്പോൾ മരിച്ചുപോയ ഒരാൾ ജീവിച്ചു. അപ്പോൾ ആ അസ്ഥി അല്ലെങ്കിൽ മുടി, ബ്ലഡ്, വിശുദ്ധനായ ഒരാളുടെ അതെല്ലാം തിരിച്ചേഷിപ്പുകളാണ്. പത്രോസിന് നിഴൽ വീണപ്പോൾ സൗഖ്യം പ്രാപിച്ച ഒരാൾ, കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പ്, പൗലോസിൻ്റെ തൂവാല. അപ്പം നമ്മുടെ ശരീരം കൂടാതെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന സംഗതികൾ, വസ്ത്രം, അങ്ങനെയുള്ള സംഗതികൾ, അത് തിരിച്ചേഷിപ്പിൻ്റെ 2-ാം തരം. നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ, ഞാൻ പറഞ്ഞില്ല, മുടി അല്ലെങ്കിൽ അസ്ഥി അല്ലെങ്കിൽ ബ്ലഡ്, ഇതൊക്കെ തിരിച്ചേഷിപ്പുകൾ 1-ാം തരം. നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, വസ്ത്രം തുടങ്ങിയ സംഗതികൾ, തൂവാല, അതെല്ലാം തിരിശേഷിപ്പുകൾ 2-ാം തരം. ഇങ്ങനെ പലതരത്തിലുള്ള തിരിശേഷിപ്പുകളാണ് സഭയിലുള്ളത്. പൗലോസിൻ്റെ തൂവാല സ്പർശിച്ചപ്പോൾ സൗഖ്യമുണ്ടായി ഒരാൾക്ക്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സ്ലീഹന്മാരുടെ നടപടി 19-ാമത്തെ അധ്യായം 11-12 വാക്യങ്ങൾ. കർത്താവിൻ്റെ വസ്ത്രത്തിന് വിളിമ്പിൽ തൊട്ടപ്പോൾ ആ രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീ സൗഖ്യം പ്രാപിച്ചു, വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ. അപ്പോൾ വസ്ത്രം, തൂവാല, ഇതൊക്കെ 2-ാം തരം തിരിശേഷിപ്പാണ്. റെലിക്സ്, നമ്മൾ തിരിച്ചെടുപ്പ് ചുംബനത്തെ അവർ കളിയാക്കും. ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. കത്തോലിക്ക സഭയിലെ ആധികാരികമായ എല്ലാ പാരമ്പര്യങ്ങളും തിരുവചനത്തിൽ അടിസ്ഥാനമിട്ടതാണ്. അത് ഞാൻ അവതരിപ്പിക്കുമ്പോൾ തിരുവചനം അറിയാത്തവർ, അവർക്ക് ചില വചനങ്ങൾ അറിയുള്ളൂ, മറ്റു വചനങ്ങൾ അവർ സ്കിപ്പ് ചെയ്യും. കാരണം എന്താ? അവരുടെ വിശ്വാസത്തിനെതിരാണ് ആ തിരുവചനങ്ങൾ.
ഇഷ്ടമുള്ള തിരുവചനം സ്വീകരിക്കുകയും ഇഷ്ടമില്ലാത്ത തള്ളിക്കളയും ചെയ്യുന്ന ഒരു പരിപാടി കത്തോലിക്കർക്ക് ചേർന്നതല്ല, ക്രിസ്ത്യാനികൾക്ക് ചേർന്നതല്ല. കത്തോലിക്ക സഭ അത് ചെയ്യില്ല. കത്തോലിക്ക സഭ ചെയ്യുന്നത് ബൈബിളിലുള്ള എല്ലാ വചനങ്ങൾക്കും ഓരോ വചനങ്ങൾക്കും അതിനർത്ഥമുണ്ട്. ആ അർത്ഥം അനുസരിച്ചുള്ള ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്. അപ്പോൾ അടയാളങ്ങളും അടയാളങ്ങളും പ്രതീകങ്ങളും ഇതൊക്കെയാണ് സഭ ഉപയോഗിക്കുന്നത്. ഇതിനെയൊക്കെ കളിയാക്കുകയാണ് ഇതേക്കുറിച്ച് വിവരമില്ലാത്ത സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവർ. അവരോട് എനിക്ക് പറയാനുള്ളത്, വചനം നിങ്ങൾ ഹൃദയം തുറന്ന് വായിക്കുക. എന്നിട്ട് ചില വചനങ്ങൾക്ക് മാത്രം ഊന്നൽ കൊടുക്കാതെ എല്ലാ വചനങ്ങളും അതതിന് ആവശ്യമായ ഊന്നൽ കൊടുക്കുക. അല്ലെങ്കിൽ എല്ലാ വചനങ്ങൾക്കും അർത്ഥമുണ്ടല്ലോ, ആ അർത്ഥം ചിലതിന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വചനത്തെ തള്ളിക്കളയുന്ന അത് പാടില്ല. അത് പരിശുദ്ധാത്മനെതിരായ പാപമായിട്ട് മാറും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ചുരുക്കത്തിൽ എന്തിനാണ് സഭയിൽ തിരുശേഷിപ്പുകൾ ഉപയോഗിക്കുന്നത് എന്നതിന് ഒരു സൂചന കൂടി ഇന്നത്തെ തിരുവചനത്തിലുണ്ട്. അതല്ല നമ്മുടെ മുഖ്യമായ കാര്യം. പക്ഷെ അത് പ്രധാനപ്പെട്ടതാണ് താനും. മുഖ്യമായ കാര്യം എന്താണ്? കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ ശക്തിയും കർത്താവിനെ പ്രതി പ്രവർത്തിക്കുന്ന സ്ലീഹന്മാരിലും പിന്നെ സ്ലീഹന്മാരെ പിന്തുടർന്ന് വരുന്നവരിലും നമ്മിലൊക്കെ ഉണ്ട്. കർത്താവിൻ്റെ ശക്തിയാണത്, നമ്മുടെ ശക്തിയല്ല. നമുക്കൊക്കെ ചിലപ്പം ഞാൻ പ്രാർത്ഥിച്ചു, അപ്പോൾ അയാൾക്ക് അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു, ഞാനാണ് പ്രവർത്തിച്ചതെന്ന് നമുക്ക് തോന്നിപ്പോകാം. ആ നിമിഷം നമ്മുടെ അധപതനമാണ്, അതൊരു പാപമാണ്. നമ്മളല്ല, നമ്മളൊന്നുമല്ലാതായി തീരുകയും കർത്താവിൻ്റെ ശക്തി പ്രകടമാകുകയും ചെയ്യുക. അതാണ് ശരിക്കും സഭയിൽ സംഭവിക്കേണ്ടതും. നമ്മുടെ ശക്തിയാണെന്ന് തോന്നിയാൽ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമുണ്ടായി അതുകൊണ്ട് ഞാനാണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മിൽ കൃപയുണ്ടാകില്ല. പിന്നെ കുറച്ച് നാളൊക്കെ പ്രവർത്തിക്കാനൊക്കെ പറ്റും, പക്ഷെ കൃപയുണ്ടാകില്ല. കൃപയുണ്ടാകുന്നത് നമ്മൾ തീർത്തും ശൂന്യം ആകുകയും ദൈവത്തെ കൊണ്ട് നിറയുകയുമാണ്. ദൈവത്തെ കൊണ്ട് നിറഞ്ഞ് ദൈവത്തിൻ്റെ പ്രഭയും ദൈവത്തിൻ്റെ വെളിച്ചവും ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും മറ്റുള്ളവർക്ക് അനുഭവപ്പെടുമാറ് നമ്മൾ ചെറുതായി പോകുക. അപ്പോഴാണ് ശരിക്കും ദൈവം എല്ലാത്തിലും എല്ലാമായി ഇങ്ങനെ പ്രൗഢിയോടെ നിൽക്കുക. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. ഇത് എളുപ്പമല്ല. കാരണം ഈ നമ്മിൽ അഹങ്കാരം, ഈഗോ അത് വർക്കാവും. അതിങ്ങനെ ചെയ്തിട്ട് പിന്നെ ഞാനൊരു സുവിശേഷം പ്രഘോഷിച്ചു, കുറേ പേര് വന്നു, അവരെല്ലാം കാണുമ്പോൾ എനിക്കൊരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ, എൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നിത്തുടങ്ങിയാൽ അപ്പോൾ എന്നിലുള്ള കൃപ ഇല്ലാതായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിക്കൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് വലുതായിക്കൊണ്ടിരിക്കുക. നമ്മൾ ചെറുതാകുന്ന പലതരത്തിലാണ്. വിമർശനങ്ങൾ കേൾക്കുന്നു, നമ്മെക്കുറിച്ചൊക്കെ എല്ലാ കഥകൾ പറയുന്നു, മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നു, നമുക്കെതിരെ നടപടികൾ വരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഈ തരത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്, നമ്മളിങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു. അതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാകണമെന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അങ്ങനെ നമ്മൾ ചെറുതാകുമ്പോഴാണ് വാസ്തവത്തിൽ കർത്താവ് അവൻ്റെ തേജസ്സോടുകൂടി പ്രത്യക്ഷപ്പെടുക ഓരോരുത്തരിലും. അത് അനുദിനം സംഭവിക്കുന്ന കാര്യമാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നമുക്കങ്ങനെ കർത്താവ് വളരുകയും നമ്മൾ ചെറുതായി പോവുകയും വേണം എന്നൊരു മനോഭാവം, അത് ഒട്ടും എളുപ്പമല്ല. പക്ഷെ ആ മനോഭാവം സ്വീകരിക്കാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തുവാലയും ചിലപ്പോൾ നമ്മുടെ തലമുടിയും നമ്മുടെ അസ്ഥിയും ഒക്കെയും കർത്താവിന് അത്ഭുതം ചെയ്യാനും കർത്താവിലെ ആളുകൾ വിചിത്തിപ്പിക്കാനുമുള്ള ഉപകരണങ്ങളാക്കി മാറ്റാൻ കർത്താവിന് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.